മുത്തശ്ശി. ഇതാണ് രണ്ടുപേരുടെയും പ്ലാൻ. അവര് സംസാരിച്ചത് താൻ വ്യക്തമായിട്ട് കേട്ടതാണല്ലോ. താൻ വാ. വാ. എങ്ങോട്ടാ? അച്ഛന്റെ റൂമിലേക്ക്. ഒരു അച്ഛനല്ലേ പൂജാ കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്യുന്നത്. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അച്ഛനും കൂടി അറിയട്ടെ. എന്നിട്ട് അവർക്കെതിരെ എന്ത് ശിക്ഷാ നടപടി സ്വീകരിക്കണമെന്ന് അച്ഛൻ തീരുമാനിക്കട്ടെ. മണ്ടത്തരം പറയാതിരിക്കെ. ഉർവശിയും കൽപ്പനയും നിസാരക്കാരല്ല. അവര് സംസാരിച്ചതിന് എന്തെങ്കിലും തെളിവുണ്ടോന്ന് ചോദിച്ചാല് രാധിക കേട്ടു എന്നല്ലേ പറയാനുള്ളൂ. അവര് കൃത്യമായിട്ടത് നിഷേധിക്കുകയും ചെയ്യും. എന്നിട്ട് രാധികയുടെ ശരീരത്തിലുള്ള ആത്മാവ് അവർക്കെതിരെ സംസാരിക്കുകയാണെന്ന് പറയും. അപ്പൊ നീ എന്തു ചെയ്യും? എന്റെ മുത്തശ്ശി അങ്ങനെ പറഞ്ഞ രണ്ടിന്റെ കഴുത്ത് ഞെരിക്കും ഞാൻ. ആ, ഇതാ പറഞ്ഞത് ഇറങ്ങി പുറപ്പെടണ്ടാന്ന്. എടാ, ഇങ്ങോട്ടൊരു ചതിയാണ് പ്രയോഗിക്കുന്നതെങ്കിൽ അങ്ങോട്ടും അത് തന്നെ വേണം എന്ന് പറഞ്ഞ അവരൊരു തന്ത്രത്തിലൂടെ നമ്മളെ കുടുക്കി. നമ്മൾ പ്രയോഗിക്കുന്ന തന്ത്രത്തിൽ നിന്നും അവരൊരു കാരണവശാലും രക്ഷപ്പെടരുത്. അതിലിപ്പോ എന്ത് ചെയ്യാനാ മുത്തശ്ശി? ഇതിലിപ്പോ പ്രധാനമായിട്ടുള്ളൊരു കാര്യം പത്മിനി അവരെ വിശ്വസിച്ചു എന്നുള്ളതാ. അവിടെയാണ് ആത്മാവ് വെച്ചുള്ള അവരുടെ കളി. അങ്ങനെയാണെങ്കിൽ മുത്തശ്ശി പറഞ്ഞ പോലെ ആത്മാവിനെ വെച്ച് നമുക്കൊരു കളി തിരിച്ചു കളിച്ചാലോ?
സത്യം പറഞ്ഞ ഏട്ടത്തി അടുക്കളയിലേക്ക് വിളിച്ചപ്പോ വരാൻ എനിക്ക് മടിയായിരുന്നു. അതെന്താ? അല്ല, സാധാരണ അടുക്കളയിലേക്ക് ആദ്യം കയറുന്നത് രാധികയാണല്ലോ. അവളിവിടെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ചിട്ട്. കത്തിയും വാക്കത്തിയും തീയും പുകയൊക്കെ ഉള്ള സ്ഥലമല്ലേ. അതെ, ഏതിലാ കൊണ്ടുപോയി കുരുക്കെന്ന് പറയാൻ പറ്റില്ലല്ലോ. അക്കാര്യത്തിനൊരു പരിഹാരം ചെയ്യാൻ നിശ്ചയിച്ചിട്ടുണ്ട്. എന്തു പരിഹാരം? ഒരു പൂജ ചെയ്യണം. പ്രേതാത്മാവിനെ ശരീരത്തിൽ നിന്ന് മോചിപ്പിക്കാൻ പൂജാരികൾക്കാവൂല്ലോ. നല്ല കഥയായി. അല്ലേ ഏട്ടത്തി? ഏട്ടത്തി ഇപ്പോഴും സ്വന്തം കുടുംബത്തെ പറ്റി ചിന്തിക്കാതെ അവളെക്കുറിച്ച് മാത്രമാണോ ചിന്തിക്കുന്നത്?